കുഞ്ഞൂനും അപ്പൂനും ഓരോ അലമാര വീതം ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു അലമാര. അതുകൂടാതെ അവരുടെ ഡ്രസ്സ് ഞങ്ങളുടെ അലമാരയിലും വെക്കുന്നുണ്ട്. ഇപ്പോൾ അതേ കവറിലായി, സഞ്ചിയിലായി, പെട്ടിയിലായി ഡ്രസ്സ് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കണേ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറേ ആയി ഞാനിത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്ന് കേട്ടോ. പക്ഷേ പ്ലാസ്റ്റിക് അല്ല, അതൊരു തുണി തന്നെയായിരുന്നു. കുഞ്ഞുവിൻ്റെ അപ്പൂവിൻ്റെ പഴയ അലമാരയിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബോർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലുള്ള ബോർഡാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ പണി പാളിയായി, അത് തുണിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ABCD അറിയാണ്ട് ഞാനും തക്കും കൂടി ഇരുന്ന് മല്ലിട്ട് എത്ര സമയം എടുത്തെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. തക്കും കൂടെ ഇല്ലെങ്കിൽ ഞാൻ അത് തിരിച്ചയക്കേണ്ടി വന്നേനെ. കുറേ കമ്പിയും പൈപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഒരുവിധം നമ്മൾ ഒതുക്കി വന്നപ്പോൾ ഒരു അലമാരൻ്റെ ഒക്കെ ഒരു രൂപമായിട്ടുണ്ട്. ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ കുറച്ചധികം ഡ്രസ്സൊക്കെ നമുക്ക് ഇതിൽ കൊള്ളിക്കാം കേട്ടോ. ഉള്ളിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബോർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചാൽ മതി കേട്ടോ. നമ്മൾ കറക്റ്റായി ഫിറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിറ്റ് ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വീഡിയോ തൊഴിൽ